ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എള്ള് ചെടി കണ്ടിട്ടുണ്ടോ? നമ്മൾ എള്ള് കണ്ടിട്ടുണ്ട്, എള്ളെണ്ണ കേട്ടിട്ടുണ്ട്. എള്ളെണ്ണ ഉപയോഗിക്കാത്ത വീടുകളില്ല. ഡെയിലി കുറച്ച് എങ്കിലും എള്ളെണ്ണ ഉപയോഗിക്കാത്ത സ്ഥലമില്ല. ഇത് എള്ള് ചെടിയാണ്. എള്ള് വിത്തിട്ട് പൊടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. കറുത്ത എള്ളാണ്. ഇതിൻ്റെ വെള്ളപ്പൂവാണ്. തുമ്പപ്പൂവിൻ്റെ അതേ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും. വളരെ പുരാതന കാലം മുതൽ എണ്ണക്കുരുവായി ഭാരതത്തിൽ വളർത്തി വന്നിരുന്ന ഒരു ചെടിയാണ് എള്ള് ചെടി. ഈ എള്ളിൽ നിന്നെടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന നല്ലെണ്ണ. ചൂടുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഒരു ഓയിൽ ചെടിയാണ് ഈ എള്ള് ചെടി. പണ്ട് കാലത്ത് എള്ളെണ്ണ തേച്ചാണ് കുളി. നമ്മളെ ത്വക്കിനും മുടിക്കൊക്കെ വളരെ നല്ലതെന്നാണ് പറയപ്പെടുന്നത്. കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, വൈറ്റമിൻ ഇ തുടങ്ങിയ ധാതുക്കളുടെ ഒരു ഉറവിടം തന്നെയാണ് ഈ എള്ളെന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ സ്ഥലത്തും എള്ളെണ്ണയോ എള്ളിൻ്റെ വിത്തോ കാണാം. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പലർക്കും അറിയില്ല. ഇതിൻ്റെ കായെന്ന് പറയുന്നത് ഒരു ക്യാപ്സൂളിൻ്റെ അത്രയേ ഉള്ളൂ. ആ ക്യാപ്സൂളിനകത്താണ് ഈ എള്ള് നിറച്ച് ഉണ്ടായിരിക്കുന്നത്. ഇത് നല്ല പാകമാകുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇതിപ്പം അതിൻ്റെ പൂവിൻ്റെ താഴെ അതിൻ്റെ കായുണ്ട്. അത് ആ ക്യാപ്സൂളിൻ്റെ അത്രയേ ഉള്ളൂ. ഇതിനകത്താണ് എള്ള് നിറച്ചിട്ടുണ്ടാകുന്നത്. ഇത് പാകമാകുമ്പോഴേ ഇത് പൊട്ടിത്തറയെ വീഴുന്നതാണ് വീണ്ടും മുളച്ച് അടുത്ത ചെടിയായിട്ട് വരുന്നത്. വിത്തുകൾ സാധാരണയായി കറുപ്പ് അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ തവിട്ട് നിറം ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഈ എള്ള് എന്ന് പറയുന്നത് ഒരു എനർജി ബൂസ്റ്റർ എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ആയുർവേദത്തിലൊക്കെ ഒരുപാട് മരുന്നിലൊക്കെ ഈ എള്ള് ചേർത്ത് വരുന്നുണ്ട്. എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയാം. നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെ ശക്തി കൂട്ടാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പിന്നെ നമ്മുടെ തലയിലെ മുടിക്കും നമ്മുടെ സ്കിന്നിനും നല്ലപോലെ തിളക്കം തരുന്ന ഒന്നാണ് എള്ളെണ്ണ. ഈ എള്ളെണ്ണ ഉപയോഗിച്ച് നമ്മൾ തലയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം നല്ലപോലെ ഉണ്ടാവാനും നമ്മുടെ തലവേദന മാറാനും സഹായിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് കാലത്ത് വെളിച്ചെണ്ണയ്ക്ക് ശേഷം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒന്നാണ് എള്ളെണ്ണ. പണ്ട് മിക്കവാറും വീടുകളിൽ എള്ള് ഉപയോഗിച്ച് വന്നിരുന്നു. നിങ്ങൾ സ്ഥിരമായിട്ട് ഈ എള്ള് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യം നിങ്ങളെ പിന്തുടരും. നല്ല ഒറിജിനൽ എള്ള് വാങ്ങണം. കറുത്ത എള്ള് വാങ്ങിച്ച് വീടുകളിൽ തന്നെ നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാം. അതേപോലെ ചട്നി ഉണ്ടാക്കാം. ആരോഗ്യത്തിന് വളരെ ഗുണകരമായ ഒന്നാണ് ഈ എള്ള്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കുറഞ്ഞത് 5500 വർഷം മുമ്പ് എള്ള് കൃഷി ചെയ്തിരുന്നു എന്നാണ് പുരാവസ്തുവിൽ പറയപ്പെടുന്നത്. 2022 ഈ എള്ളെണ്ണ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുമ്പ് നിന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, സുഡാൻ, മ്യാൻമാർ. ജപ്പാനീസ് പാചകത്തിലെ പ്രധാന ഘടകമാണ് എള്ളെണ്ണ. ഇതേപോലുള്ള വീഡിയോകൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.